ഹായ് ഹലോ ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഞാൻ ഇന്ന് ചെറുതായിട്ട് ഡേ മൈ ലൈഫ് കാണിക്കാമെന്ന് കരുതി. ഡേ മൈ ലൈഫ് കാണിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് കാര്യകാരണങ്ങളൊന്നും ഉണ്ടാവാറില്ല. എന്നാലും ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഡേ മൈ ലൈഫ് ചെയ്യാം എന്ന് വിചാരിച്ചു. ക്ലാരിറ്റി ഇങ്ങനെ നിൽക്കുമ്പോട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എഴുന്നേറ്റ് സമയം ഏകദേശം 6:15 ഉള്ളൂ. 6:15 ടൈം വരുന്നത്. അപ്പോൾ ഇപ്പം എഴുന്നേറ്റു. ഇപ്പം തന്നെ എന്തിനാണ് എഴുന്നേറ്റതെന്ന് ചോദിച്ചാൽ ഒരു ഫോട്ടോ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ എഴുന്നേറ്റത്. കുളിച്ച് വരയ്ക്കാനിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു ഡേ മൈ ലൈഫ് കൂടി ചെയ്യാമെന്നുള്ള കരുതി. അപ്പോൾ വരയും വീഡിയോ എടുപ്പും സോഷ്യൽ മീഡിയയിലും ഒക്കെ അങ്ങ് നടക്കുകയല്ലോ. അങ്ങനെയാണ്. അപ്പം എന്താ ഇപ്പോൾ പറയുക, ഇങ്ങനെ ഫ്രഷ് ആവണം. അതിൻ്റെ ഇടയ്ക്ക് പല്ല് തേച്ച് കഴിഞ്ഞാൽ ഒരു ചടങ്ങില്ലേ, ചായ കുടിക്കുക എന്നുള്ളൊരു ചടങ്ങ്. എനിക്കൊരാഗ്രഹം പഴംപൊരി മേടിച്ച് കഴിക്കാൻ. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോയിട്ട് 4-5 ദിവസമായല്ലോ. സാധനങ്ങളൊന്നും മേടിച്ച് വെച്ച് സ്റ്റോക്കില്ല. അപ്പോൾ പിള്ളേർക്ക് ക്ലാസ്സിന് പോകേണ്ടതാണ്. അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കാം, എനിക്ക് പഴംപൊരി മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷോപ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ വെച്ച് തുടങ്ങുകയാണ് നമ്മുടെ ഡേ മൈ ലൈഫ്. എൻ്റെ ഒരു ദിവസം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിച്ചു തരികയാണ്. അതിൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. കട്ട് ചെയ്ത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. ചില കാര്യങ്ങൾ എനിക്ക് സമൂഹത്തിനോട് കാണിക്കാനും പറയാനും ഇല്ലാത്തതുകൊണ്ടും പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാനത് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. എന്താ എങ്ങനെയാണെന്ന് നോക്കാനുള്ള നിങ്ങൾക്ക് അങ്ങ് വയ്യ മനസ്സിലായിക്കോളും. അപ്പോൾ എന്ത് തന്നെ ആയാലും ഇവിടെ തുടങ്ങുകയാണ്. ഞാൻ മെല്ലെ പഴംപൊരി കിട്ടുന്ന ഏതെങ്കിലും ഷോപ്പ് കൊയിലാണ്ടി ഉണ്ടോ എന്നുള്ളതൊന്ന് മെല്ലെ ഒന്ന് തപ്പിപ്പിടിച്ച് നോക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ചുമ്മാ അതൊന്ന് ഇറങ്ങട്ടെ. ഒരു മോർണിംഗ് ഡ്രൈവും അങ്ങനെ തന്നെ പറയാം, രണ്ടും പറയാം. ഓക്കെ. അപ്പോൾ വെൽക്കം ടു കണ്ണാ നിനക്കായി മൈ IP. വെൽക്കം ടു കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം. ഞാൻ ഓക്കെ. അപ്പോൾ ബൈ. ഞാൻ പോയി എവിടെയെങ്കിലും പഴംപൊരി കിട്ടുമോ നോക്കട്ടെ. അങ്ങനെ ഡോറയുടെ പ്രയാണം എന്ന് പറഞ്ഞതുപോലെ പഴംപൊരിയുടെ പ്രയാണം ഇവിടെ തുടങ്ങുകയാണ്. ഷോപ്പിൽ പോയി നോക്കട്ടെ. കർത്താവേ, ഇത് തന്നെയാണല്ലോ, വിളിച്ചൊന്നും വെച്ചിട്ടില്ലല്ലോ. എന്നാലും നാം പോയി നോക്കുക. എവിടെയെങ്കിലും കിട്ടാതിരിക്കില്ലല്ലോ അല്ലേ? സമയം 6:30. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഷോപ്പ് കറന്നിട്ടുണ്ടാവും. സത്യം പറയാലോ, ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ആരോ ഒരാളെന്നെ ഷൂ എന്ന് വിളിച്ചു. ആളാരാണെന്ന് ഞാൻ കണ്ടിട്ടില്ല. ആ ഷൂ വിളിച്ച ആളാ. ഇനി വല്ല എതിർപ്പോക്കുമാവോ പറയാൻ പറ്റൂലേ. അമ്പലമൊക്കെ ഉള്ളതാണേ, അതുകൊണ്ട് ചോദിച്ചതാ.
AC ഒന്ന് ഓഫാക്കി. അപ്പം ഇനി ചായപ്പീടിയിലെത്തിയിട്ട് കാണാം കേട്ടോ. ഓക്കെ, അങ്ങനെ ദേ പഴംപൊരി മേടിച്ചു. മക്കൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്താ മേടിച്ചതെന്ന് ചോദിച്ചാൽ ഇഡ്ഡലിയും മേടിച്ചു. ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും. അപ്പം ഞാൻ ഇഡ്ഡലിയൊന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല. അത് മറ്റൊന്നുകൊണ്ടല്ല, എനിക്ക് ഉഴുന്ന് സംബന്ധമായിട്ടുള്ള സാധനങ്ങൾ പറ്റൂല. അതുകൊണ്ട് വീട്ടിലങ്ങനെ ഇതാക്കാറില്ല. അവർ ദോശയും ഇഡ്ഡലിയൊക്കെ കഴിക്കൽ പുറത്തിറങ്ങുന്ന സമയത്താട്ടോ. പിന്നെ വീട്ടിൽ പോയിട്ട് ചായ കുടിക്കണം, കുളിക്കണം, വരയ്ക്കണം. അപ്പം അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എന്നാൽ വീട്ടിലേക്ക് പോട്ടെ കേട്ടോ. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരു കട്ടനൊക്കെ ഇട്ടു. മധുരമിടാത്ത കട്ടൻ ചായ, എന്താ ടേസ്റ്റ്. അതും പിന്നെ മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചിട്ടുണ്ട്. എന്തുവാ, ഒരു ഇഡ്ഡലി. അയ്യോ, ഭയങ്കര ചൂടാ. തിളച്ച പാൽക്കെടുത്ത് തന്നാൻ തോന്നുന്നു. നല്ല ചൂട് പഴംപൊരി എന്ന് വെച്ചാൽ ചൂട് പഴംപൊരി. കൈ നടി പൊള്ളുക ചെയ്യുന്നത്. അടുപ്പിൽ നിന്ന് കോരിയിട്ട് എനിക്ക് തന്നതാ. നല്ല ചൂട് പഴംപൊരിയും കട്ടൻ ചായയും കുടിക്കട്ടെ കേട്ടോ. ഗുത്തം പറഞ്ഞത് ചായയിൽ ഊതി കുടിക്കണം എന്നാണ്. അപ്പം ഞാനിത് ഫിനിഷ് ചെയ്യട്ടെ. ഓക്കെ, ബൈ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു, ഒന്ന് ഫ്രഷായി. തല നനച്ചില്ല കേട്ടോ. മേലൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷായി. വരയ്ക്കാൻ ഇരുന്നു. ഇന്ന് കൊടുക്കേണ്ട ഫോട്ടോ ആണിത്. അപ്പം ഇന്ന് ഞാൻ ഇത്രയും നേരത്തെ എഴുന്നേറ്റത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ ഒരു ഫോട്ടോ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈവനിങ് ആകുമ്പോഴേക്കും എനിക്കിത് ഫിനിഷ് ആവും, അതുകൊണ്ടാണ്. അപ്പോൾ ഡേ മൈ ലൈഫിൽ എല്ലാം ഉൾപ്പെടുത്തണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഒട്ടും ഉൾപ്പെടുത്തുന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ല. ഇഷ്ടമല്ല അത്. എൻ്റെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞാൽ മതി, ദൈവം അറിഞ്ഞാൽ മതി. മൂന്നാമത് ഒരാളിലേക്ക് അത് എത്തേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ എന്താ പറയുക,
നിങ്ങളാരെയും കാണിക്കാൻ തീരുമാനിച്ചിട്ടില്ല. പറ്റുന്നതൊക്കെ കാണിക്കട്ടോ. ഉറക്കം വല്ലാതെ വരുന്നുണ്ട്. ഇത്ര നേരത്തെ എഴുന്നേറ്റ് ശീലമില്ല. പക്ഷേ ഫോട്ടോക്ക് വേണ്ടിയിട്ട് എഴുന്നേറ്റതാണ്. എങ്ങനെയാണാവോ ചില ലെവളുമാർ കയ്യുമ്പോൾ പെയിൻ്റ് ആവാണ്ട് പെയിൻറ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ, അപ്പോഴേക്കും കയ്യുമ്പോൾ പെയിൻ്റായി. അപ്പോൾ ഞാനിതൊന്ന് ചെയ്ത് തീർക്കട്ടെ. തീർത്ത് ഉണങ്ങാനാവോടും ഉള്ളത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ. പെയിൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് എന്ന് വെച്ചാൽ പകുതി ചെയ്ത് കഴിഞ്ഞ് ഉണങ്ങാൻ വെച്ച സമയത്താണ് അയ്യോടാ, ഞാൻ വീഡിയോ ഒന്ന് ഡേ മൈ ലൈഫ് ചെയ്യുന്നുണ്ടല്ലോ, അതിലേക്ക് കൂട്ടേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ എന്നുള്ളത് ഓർമ്മ വന്നത്. അപ്പം ഞാൻ റെഡി ആയോ എന്ന് ചോദിച്ചാൽ കണ്ണെഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഡേ മൈ ലൈഫിൽ ഇപ്പോൾ ഒരു ഇതാക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം പെയിൻറ്റ് ചെയ്തത് ഏകദേശം ഇത്രത്തോളം പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം എനിക്ക് അടുത്ത ഘട്ടം പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്തിനാണ് റെഡി ആയത് എന്ന് ചോദിച്ചാൽ, നിങ്ങളൊക്കെ പറയുന്ന മായാവി ഉണ്ടല്ലോ, മായാവി കെട്ടിയ താലി എൻ്റെ വീട്ടിലായിരുന്നുള്ളത്. അത് വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് വരുന്നത്. മായാവി ചോദിച്ചു താലി എവിടെയാണെന്ന് ചോദിച്ചു. താലി കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വീട്ടിലാണ്. എന്നോട് ചോദിച്ചു എനിക്ക് വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടാണോ താലി ഇട്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാം, കാരണം എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടേണ്ടതാണ്, ഈ മായാവിനെ സോപ്പടിക്കേണ്ടതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ താഴെ കമൻറ്റ് വരും, താലിയെ ബഹുമാനിക്കാത്തവൾ, അവളുടെ താലിയെ പോലും ഇടാത്തവർ. ഞങ്ങൾക്ക് മഹറിന് വലിയ വാല്യൂ ഇല്ലാത്തൊരു സംഭവം കേട്ടോ. വാല്യൂ കൽപ്പിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ആ താലി ഇട്ടുകൊണ്ട് നടന്നാൽ പലരും പറഞ്ഞുണ്ടാക്കും ഞാൻ ഹിന്ദു മതത്തിലേക്ക് പോയി, ഹിന്ദു ആയി, അങ്ങനെ പല 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 കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കും. ഞാൻ കൃഷ്ണനെ വരയ്ക്കൽ തുടങ്ങിയത് 2013-ലാണ്, 13-14 കാലഘട്ടങ്ങളിലാണ്. എൻ്റെ വിവാഹം കഴിയുന്നത് 2009-ലാണ്. അപ്പം ഈ കൃഷ്ണനും എൻ്റെ താലിയും തമ്മിൽ എന്താ ബന്ധം എന്നുള്ളത് ഞാൻ താലി കാണിച്ചു തരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ പറയുന്നതിനെക്കാട്ടിൽ നല്ലത് കാണിച്ചു തരുന്നതാണല്ലോ. അപ്പോൾ അന്നേ ദൈവം നമ്മുടെ തലയിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഏതായാലും അത് പോയിട്ട് എടുത്ത് കൊണ്ടുവരട്ടെ എന്ന് വിചാരിച്ചു. ഇനി നിങ്ങൾക്ക് ഈ ചെയിനിൻ്റെ മുകളിൽ ആ താലിയായിരിക്കും കുറച്ച് ദിവസത്തേക്ക് കാണുന്നത്. ഇതെന്തായാലും സലീം കാണുമെന്ന് എനിക്കറിയാം. ഓനെ സോപ്പടിക്കാനുള്ള വകുപ്പാണെന്നുള്ളതും എനിക്കറിയാം. ഓനറിയാം. എൻ്റെ മുഖം കണ്ടില്ലേ ഇന്നലെ ചെയ്തത്. എത്ര ആളാ വിളിച്ചേടി കള്ളപ്പന്നി ഇങ്ങനെ പേടിപ്പിച്ചില്ലേന്നും പറഞ്ഞിട്ടൊക്കെ. ഞാൻ ചുമ്മാ ഒരു രസം, അമ്മായിമാർക്കും മച്ചിമാർക്കും ഒക്കെ ഒരു സന്തോഷം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ചെയ്തു വെച്ച ചുമ്മാ ഒരു തമാശ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ റെഡി ആയിട്ട് മെല്ലെ ഇറങ്ങാൻ നോക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. ഒരു ഫുൾ ഗൗണാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ചെല്ലുന്ന കാര്യം മമ്മിക്കറിയാം, ഡാഡിനറിയില്ല. അപ്പോൾ ഡാഡ് അവിടെ ഉണ്ടോ എന്നുള്ളതൊന്ന് വിളിച്ചു നോക്കിക്കാളട്ടെ. ഹലോ. നിങ്ങളെവിടാണല്ലേ? പൂനൂരുണ്ടോ? ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോരുന്നുണ്ട്. ഇവിടുന്ന് ബസ് കയറാൻ നോക്കുക. അവിടെ എത്തിയിട്ട് വിളിക്കുക. ബാലുശ്ശേരി എത്തിയിട്ട് വിളിക്കാം. അപ്പം ഡാഡ് പൂനൂരുണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഞാൻ മെല്ലെ റെഡിയായി. മുടി ഒന്ന് കെട്ടി വെച്ചതാട്ടോ. എന്താ വെച്ചാൽ ബസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ബസ്സിലൊക്കെ കുടുങ്ങിയിട്ട് മുടി പൊട്ടിപ്പോണ ഒരു പ്രശ്നം വരുന്നുണ്ട്.
പിന്നെ മുടി ഇങ്ങനെ അയച്ചിട്ട് നടക്കുന്നതുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നു മുടിയിൽ എന്താണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്, മുടിയിൽ എന്താണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് മുടി ഇപ്പോൾ കൊഴിച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ മുടി അയച്ചിട്ട് അങ്ങനെ നിങ്ങളാരും കാണാൻ ചാൻസ് കുറവായിരിക്കും. റീലൊക്കെ എടുത്തിടുമ്പം നമ്മൾ അയച്ചിടുക എന്നല്ലാതെ അല്ലാണ്ട് അങ്ങനെ അയച്ചിടൂല കേട്ടോ. നല്ല ലെങ്തി ആയിട്ടുള്ള എന്താ പിന്നെ ഗൗണാണ് ഞാൻ ഇട്ടത്. അപ്പം കുറച്ച് റിസ്ക് ആയിരിക്കും ബസ്സിലൊക്കെ കയറുന്ന സമയത്ത്. ചെറിയൊരു പോക്കറ്റ് സ്പ്രേ കിടപ്പുണ്ട്, അതും ഒന്ന് അടിച്ചേക്കാം. എന്നിട്ട് മുടി ഒന്ന് കെട്ടിയിട്ടതാണ്, അതല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ മെല്ലെ ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നതിൻ്റെ വീഡിയോസൊന്നും ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം വെയിലുള്ളത് കൊണ്ട് പെട്ടെന്ന് എന്താ പറയുക, വെയിലില്ലാത്തടത്ത് എത്തുക എന്നുള്ളതാണ് എൻ്റെ ഏക ലക്ഷ്യം എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ എൻ്റെ മുഖത്ത് ട്രീറ്റ്മെൻറ്റ് കൂടി നടത്തിയതുകൊണ്ട് വെയിൽ കൊള്ളുമ്പോൾ ഭയങ്കര സീനാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ മെല്ലെ ഇറങ്ങട്ടെ, ബാക്കി വിശേഷങ്ങളൊക്കെ വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. എത്തി ഞാൻ ദീനിയായിട്ടോ, അല്ലാണ്ട് വെയിലുള്ളുന്നുണ്ടല്ലേ. നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ അങ്ങനെ ഞാനും വാപ്പയും കൂടിയും ചന്തയിൽ കൂടിയ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ, ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വരുന്നത് കൊണ്ട് കുറച്ച് തോനെ ചിക്കൻ മേടിക്കുക, കാരണം വാപ്പ വിചാരിച്ച് എനിക്ക് ഫുഡ് കൊണ്ടുപോകേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് തോനെ ചിക്കനും മേടിച്ച് കിട്ടോ. പക്ഷേ വാപ്പനെ ഞാൻ പറ്റിച്ചേ, ഞാൻ കൊണ്ടുപോകുന്നില്ല. കുറച്ചൊന്നുമല്ല ഗൈസ് മേടിച്ചത്, ഇത് നോക്കണ്ട, ഇതെൻ്റെയും വാപ്പൻ്റെയും നീയൽ മാത്രമാണ്. ഞങ്ങൾ ഷോപ്പിലേക്ക് കയറി പോവുക കേട്ടോ. അപ്പോൾ ഷോപ്പിലുള്ള ചേട്ടനൊന്നും കുടുങ്ങണ്ടെന്ന് കരുതിയിട്ടാണ് നീയലിനെ മാത്രം എടുത്തത്. ദേ കണ്ടോ, കുറച്ച് തോനെ തന്നെ മേടിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് കൊണ്ടുപോകേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് ഇത്രയും തോനെ ചിക്കൻ മേടിച്ചത്. പക്ഷെ ഞാൻ കൊണ്ടുപോകില്ല എന്നുള്ള വാപ്പക്ക് ഓർമ്മയില്ലായിരുന്നു. അതുപോരാഞ്ഞിട്ട് മീൻ എനിക്കല്ല. ഒരു കാലത്ത് പൂച്ചനെ ഇഷ്ടമില്ലാത്ത വാപ്പ ഇപ്പോൾ പൂച്ചയ്ക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് മീൻ മേടിക്കും. അതാണ് ഇപ്പം വാപ്പയുടെ സ്വഭാവം. മീൻ പിടിയെ കയറിയത് പൂച്ചയ്ക്ക് മീൻ മേടിക്കാൻ വേണ്ടിയിട്ടാട്ടോ, അല്ലാതെ വീട്ടിലാരും അങ്ങനെ മീൻ കൂട്ടൂല. വാപ്പ കൂട്ടിയാലായി, അല്ലാതെ ആരും അങ്ങനെ കൂട്ടാറില്ല കേട്ടോ. അവിടെ ഉമ്മയും വാപ്പയും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ പൈസ കൊടുത്തിട്ടും മേടിച്ച് പിന്നെ അവർ ഒഴിവാക്കിയിട്ട സാധനം അതും എടുക്കുന്നു. എടുത്തുകൊണ്ടോന്ന് പൂച്ചക്ക, അതും പൂച്ചക്കല്ലേ. ഒരു കാലത്ത് പൂച്ചനെ എറിഞ്ഞു ഓടിച്ച മനുഷ്യനാ, ഇപ്പൊ പൂച്ച അല്ലാണ്ട് ജീവിക്കാൻ പറ്റൂല. വണ്ടി കയറിയപ്പോൾ അതേ ആ നിൽക്കുന്ന ലേഡീനെ എവിടെയോ കണ്ട പോലൊരു ഫീല്. ദേ നിൽക്കുന്ന വേറൊരു ലേഡി കണ്ട എന്നെ പോലെ തന്നെ ഉണ്ടല്ലേ. നോക്കണ്ടളിയാ, ഞാൻ തന്നെ, വേറെ ആരുമല്ല. വാപ്പയുടെ ഓട്ടോറിക്ഷ മുഴുവനായിട്ട് എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ, അങ്ങനെയാട്ടോ. അപ്പോൾ ഈ ഒരു ഫോട്ടോയും അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ വേറൊരു ഫോട്ടോയും വെച്ചിട്ടുണ്ട്. അതാണ്. പിന്നെ പുറത്ത് വേറെ ഉണ്ട് കേട്ടോ. കാപ്പിയൊക്കെ പറിച്ചോ? ഓല് വെട്ടിക്കാണൂലേ ലൈൻമാൻ. ഹൈ സോഫിയ, ഹലോ, ഹൗ ഡു യു? കത്തി എവിടെ വെച്ച്? കത്തി എവിടെ വെച്ച്? അല്ല പേടിച്ചിട്ട് കണ്ടില്ല.
ഏ ആ ഇങ്ങോട്ട് വാന്ന് മക്കൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോ അത്ര പൈസക്ക് വാങ്ങിയിട്ടുണ്ടാവൂല. ആ മ്യാവു മ്യാവു. പൈസ കൊടുത്ത് വാങ്ങിയ പോരാഞ്ഞിട്ട് വേറെ അല്ലാണ്ടും എടുത്തു കൊണ്ടോ നിങ്ങക്ക്. മൂപ്പർക്ക് വേവിച്ചു കൊടുക്കിങ്ങള്. അല്ലാണ്ട് അത് പച്ച തിന്നുന്ന തറവാട്ടിലുള്ളതല്ല, ഓണക്കൽ തിന്നാണ് തറവാട്ടിലുള്ളതാ. ആ ഒന്ന് പോന്നാ പറഞ്ഞ് പൊരിച്ചങ്ങാൻ കൊടുക്കി. പൊരിക്കന്നാ പറയുന്നത്. നിങ്ങൾക്ക് ഒരു പൂച്ചനെ വാങ്ങിക്കൊണ്ട് തരട്ടെ? അതിനെ നമ്മൾ പഠിപ്പിക്കും പോലെ ഉണ്ടാവും. ചെറുതിലെ മീനൊക്കെ തീറ്റിച്ചാ മതി. അതിന് വേണ്ട, അതിന് നിങ്ങൾ പൊരിച്ച് വെച്ചെടുത്ത് നോക്കി. ആ വേണ്ടാന്ന്. നിങ്ങളങ്ങ് ഓരി അതൊന്നും തോന്നുന്നു. അഥവാ പൊരിച്ച് കിട്ടിയാലോ? എന്താണ് അമ്മശ്ക്ക് തിന്നാനുള്ളത്? എന്താണ് തിന്നാനുള്ളത്? ഒന്നും ആക്കിയില്ല. ആത്തച്ചക്ക പറിക്ക. അതാ കണ്ടില്ലേ? തിന്നു കഴിക്ക്. അല്ല ആത്തച്ചക്ക തിന്നു നോക്കുക. നിപ്പ പിടിച്ചാൽ എനിക്കൊരു കൂട്ടുങ്ങൾ ഉണ്ടാവുകയല്ലോ. അങ്ങനെ ഇട്ടാലേ ഇതായി പോകൂലേ? ആ എങ്ങനെ കിട്ടുക? എന്തോ കൊത്തിക്കുന്നൊക്കെ പറഞ്ഞു. എന്നിട്ടാ പൂച്ചക്ക് ഓർമ്മ ഉണ്ടോ? അത് അതിലാണ് വില ഉണ്ട് എന്നുള്ളൂ. ലൈൻ കമ്പിണ്ട്. അങ്ങനെ അപ്പൊ വെട്ടുക. കമ്പിക്ക് കൊണ്ടുമില്ലേ? ആ സിനൂനെങ്ങാനും വിളിച്ചിരുത്തിയിട്ട് വെട്ടാ. ലൈൻ കമ്പി ഉള്ളതല്ലേ? ആദ്യം ഇവിടെ ഒരു വെട്ട് കൊടുക്കും, എന്നാലേ അത് ഇതാക്കുമ്പോഴേക്ക് അങ്ങ് ചെരിഞ്ഞു പോരുള്ളൂ. പകുതിക്കൽ വെച്ചിട്ടൊരു വെട്ട് കൊടുക്കി. ഇവിടേക്ക് വെട്ടിയാലും മതി പാപ്പിയെ. ആ അങ്ങനെയും പറ്റും.
എന്നിട്ട് മുകളിലങ്ങ് വെട്ടിക്കാൻ മതി. നിങ്ങൾ നിൽക്കേണ്ട ഒരു കൊലാലേ. അതങ്ങനെയൊന്നും പോരില്ല. ആ കൈ അങ്ങ് ഓടിച്ചാളി, അങ്ങ് ഓടിച്ചാളി. എടുക്കുവോ അല്ലെ ഇവിടെ എടുക്കുവോ? ഞങ്ങൾ ആടെ വെട്ടിയത് കുറച്ചുകൂടി ഒന്ന് വെട്ടാഞ്ഞിട്ടാ ഒടിഞ്ഞു പോരാ. നമ്മളോടാ കളി. എവിടാ വെട്ടണ്ടി? എന്റെ പൊന്നു ഏച്ചാതി കോല. ദേ വളം ഇട്ടെടുത്തീന് കാപ്പി. ഒരു വളം ഇടാണ്ട് ഇങ്ങനെ സിനുവിനെ വിളിച്ചറിയാം പാപ്പി കൊല വിൽക്കുന്നത്. നാച്ചുറൽ കൊല. ഇതാരെങ്കിലും ശ്രദ്ധിച്ചോ? വാപ്പ ലെഫ്റ്റ് ഹാൻഡാട്ടോ. ലെഫ്റ്റ് ഹാൻഡ് കൂടിയാണ് ഈ ഇത് വെട്ടിയെടുക്കുന്നത്. എൻ്റെ മോളും ലെഫ്റ്റ് ഹാൻഡായിരുന്നു, പക്ഷേ ടീച്ചർ ചീത്ത പറഞ്ഞത് റൈറ്റ് ആക്കിക്കാൻ. വായയുടെ ഉള്ളിലുള്ള വായ എണ്ണിക്കാൻ പഠിക്കുക, ഉപ്പിലിടാൻ. വാപ്പക്ക് ഞാൻ മാത്രമല്ല വായ ഉള്ളത് എന്നുള്ളത് ഇപ്പം മനസ്സിലായോ? ഒരു പോളയും കൂടി ഉണ്ടെന്തോന്ന് പൊളിക്കാൻ. കിട്ടി ഗായ്സ്. ഇവനാണ് അവൻ.
ഇവനാണ് അവൻ, എൻ്റെ മോനല്ല. നല്ല വെയിറ്റും ഉണ്ട്. ഇപ്പം എടാ വെച്ചവിടെ കറാവൂലേ? കൊലായിൽ വെച്ചാ കറാവൂലേ? കേറാന് എനിക്ക് കൊണ്ടുപോകാനല്ല, മക്കൾക്ക് ഉപ്പിലിട്ട് കൊടുക്കാനാ. അതാ പോ നിക്ക. അല്ലാണ്ട് ഇത് ഇതാവൂല. ഇവിടെ ഇത് കെടുത്തി വെച്ചിക്ക. ഇനി ഇതിന്റെ മോള് കയറി ഞാൻ വിൽക്കാൻ നിക്കണ്ട. ഒരു കഷ്ണതാ അത്തേക്ക് വീണിക്കാവുന്ന എടുത്തോളി. ഹായ് ഗൈസ്, അങ്ങനെ ഞാൻ വീട്ടിലെത്തി. അപ്പോൾ എൻ്റെ താലി നിങ്ങൾക്കൊക്കെ കാണാൻ ആഗ്രഹമില്ലേ? അപ്പോൾ താലി ഒന്ന് കാണിച്ചു തന്നേക്കാന്ന് വിചാരിച്ച്. അപ്പം നിങ്ങൾ പറയും ഇത് ഇപ്പം എങ്ങാണ്ടും ചെയ്യിച്ച സാധനമാണ് എന്നൊക്കെ പറയും. അതിനുള്ള തെളിവ് സഹിതം ഇതെൻ്റെ മോളുടെ കൈ ചെയിൻ കേട്ടോ. അതിനുള്ള തെളിവുകൾ സഹിതം ഞാൻ തരാം. ആദ്യം തെളിവുകൾ തരാം. ഇതിൻ്റെ ചുറ്റിലും കണ്ടോ ചതങ്ങി കിടക്കുന്നത്? കാരണം 16 വർഷത്തെ പഴക്കമുള്ള ഒരു ലോക്കറ്റാണിത്. നിങ്ങളൊക്കെ പറയുന്ന മായാവിയുടെ പേര്. ഇതിൽ LEEM ആണുള്ളത്. ഞാൻ LIM ആണ് കൊടുക്കാറ്. ഇതിൽ സലീം എന്നുണ്ട്, മറ്റേ സാലിം എന്നാണ് വായിക്കുക. പക്ഷേ എഴുതുക അങ്ങനെയാണെങ്കിലും വായിക്കുക സലീം എന്നാണ്, എഴുതുക സാലിം എന്നാണ് ഇത്. അപ്പോൾ ഇതിൽ ആണ് കറക്റ്റ് അവൻ്റെ പേരുള്ളത്, സലീം എന്നുള്ളത്. പിന്നെ കുറച്ച് പൂവും കാര്യങ്ങളും മുത്തും ഒക്കെ ആയിട്ട്. ഇതിൻ്റെ 2 സൈഡും വളഞ്ഞു പോയിക്കിടേ. എന്നോടിത് മാറ്റാൻ വേണ്ടിയിട്ട് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിത് മാറ്റൂല എന്ന് പറഞ്ഞു. നമ്മുടെ ഓർമ്മയല്ലേ വിവാഹത്തിൻ്റെ. അപ്പം ഇത് മാറ്റിയിട്ട് അതൊന്നിട്ട് നോക്കാം നമ്മൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതും കൂടി ഒന്ന് നോക്കുക. പ്ലെയർ ഉണ്ടോ അമ്മ അവിടെ? അല്ലേ വേണ്ട. പ്ലെയർ ഉണ്ടോയെന്ന് ചോദിച്ചത് വാപ്പിനോട് ചോദിക്കണം. ഒന്നും അറിയില്ല. സലീമിനെ പിടിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇടുക. കൂടെ 11നെയും. ലൊല്ലവനെ നമുക്ക് എന്ത് ചെയ്യാം? ചാടിക്കളയാം എന്നൊന്നും പറയുന്നില്ല. 11 എടുത്ത് വെക്കാം. 11 ഉണ്ട്. പിന്നെ മോളുടെ കൈമലത്തതാട്ടോ. അയ്യോ, ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നില്ല. അപ്പോൾ ഓക്കെ, എല്ലാവരും തന്നെ കണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ എൻ്റെ താലീൻ്റെ മുകളിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന്? ആലിലയിൽ ഹാർട്ടാണെന്നും തോന്നും, ആലിലയാണെന്നും തോന്നും. അതേപോലെയുള്ള താലിയാണ് ഇത്. ആ കാലത്ത് 17 കൊല്ലങ്ങൾക്ക് മുമ്പ് 2009 എനിക്ക് ഇട്ട മഹറാട്ടോ. അതാണ് ഈ സൈഡൊക്കെ ചതങ്ങി കിടക്കുന്നത്. അത്രയും പഴക്കമുണ്ട്. അന്ന് 14,000 രൂപയാണ് സ്വർണത്തിന്. ഇത് അരപ്പവൻ്റെ ലോക്കറ്റാണ്. 7,000 സംതിങ് പണികൂലിയും കൊടുത്തിട്ട്, അല്ല 7,000 പണികൂലിയും കൊടുത്തിട്ട് ഉണ്ടാക്കിച്ച സാധനമായത്. കല്യാണത്തിൻ്റെ ആകെ ഇതേ എൻ്റെ കയ്യിലുള്ളൂ. ചെയിനൊക്കെ വീട് പണിക്ക് വേണ്ടിയിട്ട് എടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ പിന്നെ ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ഇതാണ് താലിയുടെ മുകളിലുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്.
അങ്ങനെ ഫുഡ് കഴിക്കാണ്. ഫ്രൈ ചെയ്തത് ചിക്കന്, വാപ്പി നൈസ് പത്തിരി, ചോറ്, ഇത്രയും സാധനങ്ങളാണ് ഇവിടെ കഴിക്കാനുള്ള. കൂട്ടത്തിലൊരു പൂച്ച. ഞാൻ നൈസ് പത്തിരിയും ഇങ്ങനത്താ വലിയ കൊലയാ. കൊല കെട്ടാണ്ട് അങ്ങനെ അത് കിട്ടുക. എന്നേത്തതോ അല്ല, എണ്ണിക്കാമ്പ് കൊല വെട്ടിയതാണ്. വിൽക്കുകയാണോ അല്ലേ? എഴുന്നിട്ട് നന്നായി മാപ്പി. പുതിയ മണ്ണായിട്ടായിരിക്കില്ലേ? എത്ര വലുപ്പം? അപ്പം ഞാൻ കഴിക്കട്ടെ. അതാ അപ്പം ഞാൻ പോട്ടെ. തന്നോളൂ. നല്ലോണല്ല. പോവാ. അല്ല പാപ്പിയെ, പോട്ടെ. ഞങ്ങൾ ഓട്ടോറിക്ഷ എടുക്കുക. ടാറ്റ ടാറ്റ. കത്തിയടാ വെച്ച്. ഇത് ചൂടാ കൊലായില്. ഓക്കെ, പോവാ. $525. 500 രൂപയ്ക്ക് തന്നോളൂ. 25 എടുത്തത്. ചില്ലറ കൊടുത്താൽ മതിയേ. ചില്ലറ കൊടുത്താൽ മതി. 500 ഒരുമിച്ച് കൊടുക്കല്ലേ. $500 വെട്ടാൻ സഹായിച്ച എനിക്ക് 100 രൂപ മാത്രം. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ പോയി ഒക്കെ എടുത്തു. ഇനി വീട്ടിലെത്തി ഒന്ന് കുളിക്കണം. കുളിച്ച പാടുക്ക് വരയ്ക്കാനിരിക്കണം. വരച്ച് അത് ഉണക്കി ഫ്രെയിം ചെയ്തിട്ട് കൊറിയർ ചെയ്യാൻ കൊണ്ടു കൊടുക്കണം. ഇനി അടുത്ത ഘട്ടം എനിക്കതാണ്. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. 2 ചെവിയിലെ ഹെഡ്സെറ്റ് നോക്കണ്ട കേട്ടോ. അത് ബസ്സിൽ കയറിയാൽ പാട്ട് കേൾക്കൂലേ, അതിന് വേണ്ടിയിട്ട് പിന്നെ ഹെഡ്സെറ്റായിരുന്നു. അപ്പോൾ
അപ്പം ഞാൻ വേഗം പോട്ട് അപ്പം ഞാൻ വേഗം കുളിച്ച് മാറ്റി വരയ്ക്കാനിരിക്കട്ടെ കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി, കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ഇതേ ഫോട്ടോ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പണി. അപ്പം ഞാൻ വരയ്ക്കാനിരിക്കട്ടെ. ഫിനിഷ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഫോട്ടോ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഫോട്ടോ വരുന്നത്. അപ്പം ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് റെസ്റ്റ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം ഇത് ഫ്രെയിം ചെയ്യണം. എന്നതിന് ശേഷം കൊറിയർ ചെയ്യാൻ കൊടുക്കണം. ഇന്നത്തെ പണി അങ്ങനെയാണ്. അപ്പം ഇതൊന്ന് ഉണങ്ങട്ടെ, നമുക്ക് ഇവിടെ വെച്ചിട്ട് ഫാനിട്ട് കൊടുക്കാം. അതാണ് അടുത്ത ജോലി. അതൊന്ന് അപ്പോഴേക്കും അങ്ങ് ഉണങ്ങും. ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം എനിക്കിത് ഫ്രെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അങ്ങനെ ഫോട്ടോ ഒക്കെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ ഒന്ന് തുടച്ചിട്ട് ഫ്രെയിം ചെയ്ത് കൊറിയർ ചെയ്യാൻ കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ ജോലി. അങ്ങനെ ഫോട്ടോൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഉണങ്ങിയ വരെ ചെയ്തു. ഇനി ഫോട്ടോ ഒന്ന് ഫ്രെയിം ചെയ്തിട്ട് കൊറിയർ ചെയ്യാൻ കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത ജോലി. അതിന് മുമ്പായിട്ട് ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. പെയിൻ്റ് അവിടെ ഇവിടെയൊക്കെ ആവുമല്ലോ. ഒക്കെ തുടച്ചെടുത്തതിന് ശേഷം എൻ്റെ ഗോഡൗൺ ആട്ടോ ഇത്. എൻ്റെ ഗോഡൗൺ എന്ന സാധനം എടുത്തത്. എന്നിട്ട് ഫോട്ടോ വെച്ച് നോക്കുക, ഫ്രെയിമിൻ്റെ ഉള്ളിൽ കയറുന്നതാണോ എന്ന്. ഇല്ലെങ്കിൽ കട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത് കയറുന്നതാണ്, ഒരു കുഴപ്പവും ഇല്ല. അപ്പം ഞാൻ ഇത് ഫ്രെയിം ചെയ്യട്ടെ, ബാക്കി വിശേഷം പിന്നെ. അങ്ങനെ ദേ ഫോട്ടോ റെഡി ആയി കഴിഞ്ഞു. ഇങ്ങനെയാണ് ഫിനിഷ് ചെയ്തു. എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് പകുതി മുക്കാൽ സമയവും ഫോട്ടോൻ്റെ പുറത്ത് തന്നെയാണ് കേട്ടോ ചിലവഴിക്കാറ്. അപ്പം നിങ്ങൾ ചോദിക്കുന്നു പൂനൂരൊക്കെ പോയിട്ട് വന്നതല്ലേ എന്നൊക്കെ. എന്നാൽ പോലും പകുതി മുക്കാൽ സമയം ഫോട്ടോയുടെ പുറത്ത് തന്നെയാണ് ചിലവഴിക്കാറ്. അപ്പം ഇനി ഇന്ന് നേരെ കൊറിയർ ചെയ്യാൻ പോവുകയാണ്. ബാക്കി വിശേഷം കൊറിയർ ചെയ്തതിന് ശേഷം കാണാം കേട്ടോ. അങ്ങനെ ഫോട്ടോ കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കൊറിയർ ഓഫീസിലേക്ക് പോവുകയാണ്. ശരിക്കും ഇത് ഇന്നലെ കൊറിയർ ചെയ്യേണ്ടതായിരുന്നു കേട്ടോ. ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി ലേറ്റായിപ്പോയി വന്നപ്പോൾ പിന്നെ വർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇന്നാലെ ഈ ഫോട്ടോ ഒന്ന് കൊറിയർ ചെയ്താൽ കേട്ടോ. ഓക്കെ, ബൈ. അങ്ങനെ ദേ ഫോട്ടോ DTDCയിൽ കൊറിയർ ചെയ്യാൻ കൊണ്ട് കൊടുക്കുകയാണ്. മോനാട്ടോ കൊണ്ടുപോണത്. ഹിമാലയിൽ പോകാൻ സമയം സ്ഥലമല്ല, എന്നാലും ഓന് ഇടുക്ക് കൂടി ഇടുങ്ങി പിടിച്ച് പോയതാ. അങ്ങനെ അതേ പൊക്കോളൂ. സെൻസറിൻ്റെ സൗണ്ടാട്ടോ, ബാക്കിൽ കൂടി ആരെങ്കിലും പോകുമ്പോൾ. അങ്ങനെ ഫോട്ടോ കൊറിയർ ചെയ്യുകയും ചെയ്തു. ഇനി നേരെ വീട്ടിലോട്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ആ ഒരു കടമ ഞാൻ അവിടെ നിറവേറ്റി. ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്ന് വേറെ വരയ്ക്കാനിരിക്കണം. അതാണ് അടുത്ത പരിപാടി. ചിലപ്പോൾ ഇന്ന് വരയ്ക്കും, അല്ലെങ്കിൽ നാളെ രാവിലെ കുത്തിരുന്ന് വരയ്ക്കും. മിക്കവാറും നാളെ രാവിലെ ആയിരിക്കും, കാരണം കുറച്ച് ടയേർഡായിരിക്കും എല്ലാം കൂടി. അപ്പം നാളെ രാവിലെ ആവാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, എന്ത് ബ്ലോക്കാടേ. അങ്ങനെ ഇന്നത്തെ ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്തു. നല്ല കഴിക്കാൻ നോക്കാണ്. ബില്ലൊന്നും വേണ്ടടേ, ബില്ല് തുടക്കട്ടെ. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ നൂഡിൽസ് കഴിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നല്ലോ ട്രാവൽ ചെയ്യുന്ന സമയത്ത്.
അപ്പം എൻ്റെ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് നൂഡിൽസ്. അപ്പം ഞാൻ കരുതി ഇന്ന് നൂഡിൽസ് ആക്കാം. ഞാൻ കുക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് കുക്ക് ചെയ്യാൻ ആവതില്ല ശരിക്കും പറയാ വെച്ചാൽ. അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും പിന്നെ കുക്ക് ചെയ്തത് മേടിക്കാമെന്ന് വിചാരിച്ചു. ചൂടാ. അപ്പം രാത്രിയത്തെ ഡിന്നർ എന്താണെന്ന് ചോദിച്ചാൽ നൂഡിൽസാണ്. അപ്പം രാത്രിയത്തെ ഡിന്നറും കൂടി കഴിച്ച് മെഡിസിനും കൂടി കഴിച്ചാൽ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇവിടെ അവസാനിക്കും. അപ്പം ഇതാണ് എൻ്റെ ഡേ മൈ ലൈഫ്. എൻ്റെ ഡേ മൈ ലൈഫ് കാണണമെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പം എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. മെഡിസിൻ കഴിക്കണം, കിടന്നുറങ്ങണം. വരയ്ക്ക് നോക്കാം നാളെ. അപ്പം അങ്ങനെയാണ്. അപ്പം എല്ലാവരോടും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ട് ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.